കുറെ ദിവസങ്ങളായിട്ട് പലരും പറയുന്നത് ഇങ്ങനെ ഒരുപാട് CPM-കാരെ കുറിച്ചിട്ട് രാഷ്ട്രീയം പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെറിയ ചായ്വുള്ളവരുടെ വോട്ട് കിട്ടില്ലെന്ന്. എനിക്ക് ചെറിയ ചായ്വുള്ളവരുടെ വോട്ടല്ല കിട്ടേണ്ടത്, കൃത്യമായി പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ട് ബോധമുള്ള ഒരാളുകളുടെ വോട്ട് എനിക്ക് കിട്ടേണ്ടത്. മനസ്സിലായില്ലേ? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംസാരിച്ചില്ല, പിന്നെ നമ്മൾ ഏത് കാലത്താണ് സംസാരിക്കും? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറഞ്ഞ് തന്നെ ജയിക്കണം. പിണറായി വിജയൻ സർക്കാരിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് വെച്ചിട്ട് കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി സർക്കാരിന്റെ ഒപ്പം നിന്ന് നമുക്ക് ജനദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോയ, നമ്മൾ അവഗണിച്ചു പോയ, വികസന മുരടിപ്പിന് നേതൃത്വം കൊടുത്ത മഞ്ഞപ്രയിലെ LDF-ന്റെ പഞ്ചായത്ത് ഭരണസമിതിയെ കുറിച്ചിട്ട് ഇത് ചർച്ച ചെയ്യേണ്ട സമയത്ത് ഇത് തന്നെ ചർച്ച ചെയ്യണം. അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് LDF-ന്റെ പ്രകടന പത്രികയും അഭ്യർത്ഥനയായിട്ടൊക്കെ വരുന്ന CPM-ന്റെ പ്രവർത്തകർ പോലും നമ്മളോട് സംസാരിച്ച് 5 മിനിറ്റ് നമ്മളുടെ ചില ചോദ്യങ്ങൾ കേട്ട് ചിന്തിച്ചു തുടങ്ങിയാൽ അവർ തിരിച്ചു പോകുമ്പോൾ ആ അഭ്യർത്ഥന മതിൽപ്പുറത്ത് വെച്ചിട്ട് പിന്നെ നമ്മുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ട് പൊക്കോളും. നമ്മൾ രാഷ്ട്രീയം പറയണം, അതിന് നമ്മൾ രാഷ്ട്രീയം പറയണം. എന്ത് രാഷ്ട്രീയം പറയണം? സുനിത ലാലു മത്സരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിലാണ് എന്ന് പറയണം. എന്താ അതിന്റെ അർത്ഥം? 9.5 കൊല്ലക്കാലം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ ഈ സർക്കാർ കൊള്ളയടിച്ചപ്പോ തെരുവ് നിറഞ്ഞ് സമരം ചെയ്ത പാർട്ടിയുടെ പേരാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് സുനിത ലാലു. ഈ സീറ്റ് സുനിത ലാലുവിനുള്ളതല്ല, ലാലു എന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ പതിറ്റാണ്ടുകളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഈ പാർട്ടി കൊടുത്ത ഒരു അംഗീകാരം കൂടിയാണ്. സുനിത ലാലുവിന്റെ വിജയം എന്ന് പറഞ്ഞാൽ ലാലു എന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ പതിറ്റാണ്ടുകളായിട്ടുള്ള വിയർപ്പൊഴുക്കിയുള്ള കഠിനാധ്വാനത്തിന്റെ പാർട്ടി പ്രവർത്തനത്തിന്റെ വിജയം കൂടിയായിരിക്കണം. ഇത് കോൺഗ്രസ്സുകാരന്റെ വിജയം മാത്രമല്ല, നമ്മളെ പോലുള്ള സകല പാർട്ടിക്കാരുടെയും, കോൺഗ്രസും BJP-യും CPM-ഉം രാഷ്ട്രീയം ഇല്ലാത്തവരുടെയും കൂടി വിജയമായിരിക്കണം. സാധാരണക്കാർക്ക് വേണ്ടി തെരുവ് നിറഞ്ഞു സമരം ചെയ്യാൻ കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ പോലീസിന്റെ അടികൊണ്ട് തലപൊട്ടി ചോരയൊലിച്ച് എല്ലൊടിഞ്ഞ് ജയിലിൽ നിറഞ്ഞതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകണം. ആ പ്രശ്നങ്ങൾ പറയാൻ ചെല്ലുന്ന സാധാരണക്കാരോട് കടക്ക് പുറത്ത് മാറി നിൽക്ക്, ഇരിക്കുക അവിടെ എന്നൊക്കെ ആക്രോശിച്ച് ആട്ടിപ്പായിച്ച പിണറായി വിജയന്റെ സർക്കാരിന് തുടർഭരണം കിട്ടാതിരിക്കണമെങ്കിൽ മഞ്ഞപ്ര പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിലേക്ക് വരണം. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തങ്കച്ചന്റെ നേതൃത്വത്തിലുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി അധികാരത്തിൽ വരണം. എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് ജിൻഡോ ജോണിനെ പോലുള്ള ആളുകൾ ജയിച്ചു വരണം. അതിന് നമ്മൾ രാഷ്ട്രീയം പറയണം. നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? വിലക്കയറ്റമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും അധികം വിലക്കയറ്റമുള്ളത് 9.5% വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരള. കഴിഞ്ഞ ഓണത്തിന് വെളിച്ചെണ്ണയ്ക്ക് 450 രൂപ, ഇപ്പൊ 380 രൂപയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ മറന്നില്ലേ? ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സംസാരിക്കേണ്ട ഏറ്റവും വലിയ പ്രശ്നം ഈ സംസ്ഥാനത്തെ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം, പച്ചക്കറിയുടെ, പലചരക്കിന്റെ, പലവ്യഞ്ജനത്തിന്റെ, ജീവൻ രക്ഷാ മരുന്നുകളുടെ അടക്കം, എന്തിന് OP ചീട്ടിന് പോലും വില വർദ്ധിപ്പിച്ച ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. 5 വട്ടം കറണ്ട് ചാർജ്, പലവട്ടം വീട്ടുകാരം, ഭൂനികുതി, കെട്ടിട നികുതി, കെട്ടിട നിർമ്മാണത്തിന്റെ പെർമിറ്റ് ഫീസൊക്കെ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം സർക്കാർ ആശുപത്രിയിലെ OP ചീട്ടിന്റെ ചെലവ് പോലും ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച പിണറായി വിജയൻ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ 6 മാസക്കാലം ക്ഷേമ പെൻഷൻ ഇല്ലാത്ത മനുഷ്യർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ സംസാരിക്കണം. നമ്മൾ സമരം ചെയ്തത്, നമ്മൾ സംസാരിച്ചത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഈ മുഖ്യമന്ത്രി 1,05,00,000 ആഡംബര വാഹനത്തിൽ നവകേരള സൃഷ്ടി നടത്താൻ വേണ്ടി വന്നപ്പോ കാലടിയിൽ ഒരു 5 വയസ്സുകാരിക്ക് പനി കൂടിയപ്പോ മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു അപ്പനെ രാത്രി 10:30 വരെ പോലീസ് പിടിച്ചിരുത്തിയത്. നവകേരള സൃഷ്ടി നടത്തി കഴിഞ്ഞ് പിണറായി വിജയൻ പോയി. ആ കുട്ടിക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാൻ ഒരാളുണ്ടായില്ല. മറുപടി പറയണ്ടേ ഈ സർക്കാർ?